ഹേ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ്. മുരിങ്ങക്കായ കട്ട്ലറ്റ്. നിങ്ങൾ കേട്ടിട്ടില്ല അല്ലേ? ഞാനും കേട്ടിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ അമ്മയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് മുരിങ്ങക്കായ കട്ട്ലറ്റ്. മുരിങ്ങക്കായ എന്ന് പറയുന്ന ഒരു വെരി ഹെൽത്തി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ അല്ലേ. അപ്പോൾ നമുക്ക് ഇന്ന് അത് വെച്ചിട്ട് എങ്ങനെയാണ് കട്ട്ലറ്റ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ആവശ്യമുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 ഇഞ്ച് കഷ്ണം ഇഞ്ചി ഞാനിങ്ങനെ ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക് ചെറുതാക്കി നുറുക്കിയത്. പിന്നെ ഒരു 4-5 ബീൻസ് ഇതേപോലെ ചെറുതാക്കി നുറുക്കിയത് എടുത്തിട്ടില്ല. പിന്നെ ഇത് കുറച്ചും കൂടെ കട്ട് ചെയ്യണം. ഒരു ക്യാരറ്റ് നുറുക്കിയത്. പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി നുറുക്കിയത്. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മുരിങ്ങക്കായാണ്. ഇത് 4 മുരിങ്ങക്കായ മുറിച്ച് അതിനെ വേവിച്ചിട്ട് അതിൻ്റെ ഉൾവശം പറഞ്ഞാൽ അതിൻ്റെ ഫ്ലഷ് ഫുൾ എടുത്തതാണ്. പിന്നെ 1 കപ്പ് ഫ്രഷ് പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഫ്രോസൺ പീസില്ലേ, അതാണ് എടുത്തിട്ടുള്ളത്. മറ്റേതാണെങ്കിൽ വേവിക്കണം. പിന്നെ ഞാൻ ആവശ്യത്തിനനുസരിച്ചിട്ട് ഞാനിപ്പോൾ 2 വലിയ ഉരുളക്കിഴങ്ങാണ് വേവിച്ചിട്ടുള്ളത്. അത് ഞാൻ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് നല്ലോണം വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്തോളൂ. ഞാനിപ്പോൾ ആദ്യം കുറച്ചേ ഒഴിച്ചു കൊടുക്കുള്ളൂ. പറ്റില്ല. പിന്നെ പറയാൻ വിട്ടുപോയൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് സബോള ചെറുതായി നുറുക്കിയത്. ഒരു വലിയ സബോള ചെറുതായി നുറുക്കിയതാണത്. അപ്പോൾ എൻ്റെ അമ്മായി ഇതിലേക്ക് ആദ്യം സബോള ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ പോസ് ചെയ്യട്ടെ. ഇനി അടുത്തത് ഇതിലേക്ക് നമ്മുടെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ട് നമുക്കൊന്നും കൂടെ വഴറ്റിയെടുക്കാൻ പോവാണ്. നന്നായി അല്ലേ? മതിയല്ലേ? അത് കൂടെ ഒന്നിട്ട് വരട്ടൊന്ന് പിന്നെ ആവുമല്ലോ. നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് ഏകദേശം വരണ്ട് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള നമ്മുടെ മസാലകൾ പറഞ്ഞാൽ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കശ്മീരി മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതേപോലെ 1 ടീസ്പൂൺ പോരാ, ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒന്നും കൂടെ നമുക്ക് വറുത്തെടുക്കാം. ഇനി നമ്മുടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോണത് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ മസാലപ്പൊടിയാണ്. അത് ഓപ്ഷണലാണ്. അപ്പോൾ അത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതനുസരിച്ചിട്ടുള്ള മല്ലിപ്പൊടിയും ഗരം മസാലയും ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇതിലെനിക്ക് കുറച്ച് എണ്ണ കുറവാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ എണ്ണ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ച് കൊടുക്കാൻ പോണേ.
അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എനിക്ക് എണ്ണ പോരാ തോന്നി. നമുക്കത് മെല്ലെ മെല്ലെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. കുറേ ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കണതിനെക്കാട്ടും നല്ലത് ഇങ്ങനെ ആവശ്യമുള്ളപ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുക്കണം തന്നെ. ഇനി ഒന്ന് ഏകദേശം ആയതിന് ശേഷം ഞാൻ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണേ. ക്യാരറ്റ് നുറുക്കി വെച്ചത് ഒരുമിച്ച് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം, അതല്ലെങ്കിൽ ഒന്ന് വരട്ടിയതിന് ശേഷം അടുത്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തത് ബീൻസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ മെയിൻ എയിം ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് നമുക്ക് കുഴച്ചെടുക്കാൻ പാകത്തിന് നല്ലോണം സോഫ്റ്റായിട്ട് വരണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് ഇത് കുക്ക് ചെയ്തെടുക്കണം. ഇനി അടുത്തത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു കുഞ്ഞി ടീസ്പൂൺ പെപ്പറാണ്. ഏറ്റവും ചെറിയ ടീസ്പൂൺ പെപ്പറാണ് ആഡ് ചെയ്ത് കൊടുക്കണത്. ഒരു പ്രത്യേക എരിവല്ലേ പെപ്പറിന്, അപ്പോൾ അതൊരു കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു കുഞ്ഞി ടീസ്പൂൺ പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 3 മിനിറ്റ് കുക്ക് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്ന് സോഫ്റ്റായി കിട്ടും നമുക്ക് നമ്മുടെ വെജിറ്റബിൾസൊക്കെ. ഒരു 3 മിനിറ്റിന് ശേഷം ഇപ്പോൾ നമ്മുടെ വെജീസൊക്കെ ഏകദേശം സോഫ്റ്റായിട്ടുണ്ടാവും. ഞാൻ തുറന്നിട്ട് കാണിച്ചു തരാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അടുത്തത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റാണ്. നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ മുരിങ്ങക്കായുടെ ഉൾവശമാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണേ. ചില പിള്ളേർക്കൊക്കെ ഈ മുരിങ്ങക്കായ കഴിക്കാനൊക്കെ ഭയങ്കര മടിയായിരിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ പറ്റിയൊരു വേഗം അവരെ കൊണ്ട് കഴിപ്പിക്കാൻ പറ്റിയൊരു എളുപ്പ വഴി ഇതാണ്. അവർക്ക് അറിയില്ല എന്നാൽ അവർക്ക് ഇഷ്ടമുള്ളൊരു സ്നാക്കും ആയിരിക്കും. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് നമ്മുടെ മുരിങ്ങക്കായയിൽ പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മുരിങ്ങക്കായുടെ സീഡ് ഉണ്ടല്ലോ അതെടുത്ത് കളയാം. അത് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് അതെടുത്ത് കളയാം. ഞങ്ങൾക്കൊക്കെ അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമാണ്, അപ്പോൾ അതുകൊണ്ട് ഞാനത് കളഞ്ഞിട്ടില്ല. ഇനി നമുക്ക് ഇതിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം ഇതേപോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റ് ഉണ്ടല്ലോ അതൊന്ന് പോകണം. അപ്പോൾ അതിന് മുന്നേ ഞാൻ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് അത്യാവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. ബാക്കി നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് നമ്മളിതിലേക്ക് ചേർത്തും ഒരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇനി ഞാനിത് കുറച്ച് നേരം ഒന്ന് ഇതിൻ്റെ മോയ്സ്ചർ ഇവാപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. മുരിങ്ങക്കായുടെ ഉള്ളിലത്തെ വെള്ളം പോകണം. ഇനി ഞാൻ അടുത്തതിൻ്റെ പീസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. എന്നിട്ട് ഞാനിത് കുറച്ച് നേരം ഇതിലത്തെ മോയ്സ്ചർ പോകാൻ വേണ്ടി ഞാൻ തുറന്ന് വയ്ക്കും. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഞാൻ കുറച്ച് നേരം തുറന്ന് വയ്ക്കണം. അപ്പോൾ ഈ മോയ്സ്ചർ കണ്ടൻറ്റൊക്കെ അതിലത്തെ പോയി കിട്ടും. ഇനി ഞാൻ 2 മിനിറ്റ് ഇങ്ങനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് അത് കുക്ക് ചെയ്യാൻ അനുവദിക്കുകയാണ്. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഏകദേശം നമ്മുടെ മോയ്സ്ചർ കണ്ടൻറ്റൊക്കെ കുറച്ചൊക്കെ പോയിട്ടുണ്ട്. ബാക്കിയൊക്കെ നമ്മൾ ഉരുളക്കിഴങ്ങ് ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങാണ് ഞാൻ ഹാഫ് പോർഷനേ ഞാൻ എടുക്കുള്ളൂ. ബാക്കി നമുക്ക് നോക്കിയിട്ട് എടുക്കാം. നമ്മുടെ വലിയൊരു ഉരുളക്കിഴങ്ങ് 2 ഉരുളക്കിഴങ്ങാണ് വേവിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലത്തെ ഒരു വലിയ ഉരുളക്കിഴങ്ങിൻ്റെ ഭാഗം ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് അതിലേക്ക്. ബാക്കി നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. മതിയാവും തോന്നുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ മുരിങ്ങക്കായ മാത്രമായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കുഴയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം അതിനൊരു ബൈൻഡിങ് എഫക്റ്റ് ഇല്ല. അപ്പോൾ ഈ ബൈൻഡിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടി മാത്രം പേരിനാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് ചേർത്തുന്നത്.
നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ പിന്നെയും നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മളിതൊന്നും കൂടെ നമ്മൾ ഒന്ന് വാട്ടറൊക്കെ ഒന്ന് ഇവാപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വയ്ക്കും. നമുക്ക് മസാല എല്ലാ സ്ഥലത്തും പിടിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി നമ്മുടെ ഉരുളക്കിഴങ്ങിന് പറ്റിയ കുറച്ചും കൂടെ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനത് ലോ ഫ്ലെയിമിൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാൻ മോയ്സ്ചറൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഞാനിങ്ങനെ പരത്തി പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വാട്ടറൊക്കെ നല്ലോണം ഒന്ന് ഇവാപ്പറേറ്റ് ചെയ്ത് പോകാൻ സമ്മതിക്കുകയാണ്, കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു 2 മിനിറ്റ് അത് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊരു ലാസ്റ്റ് ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഒരു 2 കഷ്ണം ലാസ്റ്റ് നമ്മുടെ ഫുൾ ഉരുളക്കിഴങ്ങെല്ലാം വെജീസൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു 2 കഷ്ണം സ്വീറ്റ് ബ്രെഡ് എടുത്തിട്ട് അതിലൊന്ന് വെള്ളം ഒന്ന് കുതിർത്തിയിട്ടൊന്ന് നന്നായി കൈകൊണ്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് ഈ സാധനം നമ്മുടെ പൊട്ടറ്റോ ബാറ്ററിൻ്റെ കൂടെ നന്നായി കുഴച്ചെടുക്കുക. ഞങ്ങൾ കുഴയ്ക്കുന്നതാണ് കാണിക്കാൻ പോണത്, എങ്ങനെയാണ് നമ്മൾ കട്ട്ലേറ്റ്. നിങ്ങൾക്ക് അറിയണ കാര്യം തന്നെ. അപ്പോൾ ഞാൻ ഇതൊന്ന് ആറിയതിന് ശേഷം ഒരു ഇളം ചൂടിൽ കുറച്ച് എണ്ണ കയ്യിൽ പുരട്ടിയിട്ട് ബോളാക്കിയിട്ടുണ്ട്. കുറച്ചൊരു നമ്മുടെ കട്ട്ലേറ്റ് ആകുമ്പോൾ കുറച്ച് വലിപ്പം വേണമല്ലോ, അപ്പോൾ ഒരു ഏകദേശം ഒരു ഓറഞ്ചിനെക്കാട്ടിലും കുറച്ചും കൂടെ ചെറുതായിട്ടുള്ളൊരു ബോൾ ഉണ്ടാക്കാൻ നോക്കുക. ഞാനൊരു 4 കട്ട്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കട്ടെ എന്ന് കാണിച്ചു തരാം. നമ്മുടെ കട്ട്ലേറ്റ് ഒന്ന് ഷേപ്പ് ചെയ്തതിന് ശേഷം ആദ്യം നമ്മുടെ മൈദ ബാറ്റർ ഉണ്ട്, ആ മൈദ ബാറ്ററിലേക്കാണ് മുക്കാൻ പോണത്. എങ്ങനെ ഉണ്ടാക്കണ്ടേ കാണിക്കാം. ഇതാണ് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. എന്താ ചെയ്തിട്ടുള്ള വെച്ചാൽ 2 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ഉപ്പ്, വെള്ളം, എന്നിട്ട് ഈ ബാറ്റർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എൻ്റെ ബാറ്ററിലേക്ക് നമ്മുടെ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള കട്ട്ലറ്റ് മുക്കിയെടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ വേറെ പ്ലേറ്റിലുള്ള നമ്മുടെ റസ്ക് പൊടി ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ബ്രെഡ് ക്രംസ്, അത് ഇതിൻ്റെ മേലെ കോട്ട് ചെയ്യാൻ പോവുകയാണ്. ബെറ്റർ നിങ്ങളൊരു വേറെ സ്പൂണ് കയ്യിൽ വെക്കണം നല്ലത്, ഈ ബ്രെഡ് ക്രംസ് അതിൻ്റെ മേലേക്ക് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്ര ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓക്കെ, എന്നിട്ട് ഞാൻ അങ്ങനെ 4 ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്, 4 എന്നിട്ട് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. ഞാൻ എണ്ണ ഈ നമ്മുടെ കട്ട്ലറ്റ് ഒന്ന് ഹാഫ് മുങ്ങിക്കിടക്ക രീതിയിൽ മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് വറുത്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഹാഫ് ലെവലിൽ വരെ മതി എണ്ണ, ഫുള്ളായിട്ട് മുങ്ങിക്കിടക്കണം എന്നില്ല, കാരണം നമ്മൾ മറിച്ചിടുമല്ലോ കുറച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് മെല്ലെ മെല്ലെ നമുക്ക് ഓരോ കട്ട്ലറ്റ് വറുത്തെടുക്കാം. പിന്നെ വറുത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഇത് ഫ്ലെയിം ഉണ്ടല്ലോ, ഫ്ലെയിം എപ്പോഴും മീഡിയത്തിലായിരിക്കണം, ഹൈലായിരിക്കും. ഇപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് ഒരു ലൈറ്റ് ബ്രൗൺ കളർ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കെടുത്ത് മാറ്റി വയ്ക്കാം. വേണമെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കാം. ഇതിപ്പോൾ ഡീപ്പ് ഫ്രൈഡ് അല്ല, ശരിക്കും പറഞ്ഞാൽ അത് കുറച്ചും കൂടി ഹെൽത്തിയർ ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കണേ. നമ്മുടെ ടിക്കി ഉണ്ടാക്കില്ലേ, ആ ടിക്കി ഉണ്ടാക്കണ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ദോശക്കല്ലിൽ കുറച്ച് എണ്ണ മാത്രം ഒഴിക്കുക. അത് 1/4 ഭാഗം പോലും ഉണ്ടാവില്ല എണ്ണ. എന്നിട്ട് 2 സൈഡും വറുത്തെടുക്കും. അപ്പോൾ അതാണ് കുറച്ചും കൂടി ഹെൽത്തിയർ വേർഷനായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഈ കൊളസ്ട്രോളൊക്കെ ഉള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്യാം, കാരണം എണ്ണ കുറവ് വരുന്ന രീതിയിൽ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വറക്കേണ്ട പോലും ആവശ്യം വേണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ എല്ലാ വെജിറ്റബിൾസും കൂടെ ഒന്നിച്ച് അങ്ങോട്ട് പ്രഷർ കുക്ക് ചെയ്തിട്ട് അതിലേക്ക് നേരെ കുറച്ച് ഗരം മസാല ആഡ് ചെയ്തിട്ടും ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ അതെന്താ സംഭവം വെച്ചാൽ കുറച്ച് എന്തായാലും നിങ്ങളൊന്ന് ആ വാട്ടർ കണ്ടൻറ്റ് ഒന്ന് റിമൂവ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനെന്തായാലും നിങ്ങൾ കുറച്ചൊന്ന് വറുക്കേണ്ടി വരും. അപ്പോൾ എല്ലാവരും മുരിങ്ങക്കായ കട്ട്ലറ്റ് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടണും അമർത്താൻ മറക്കരുത്. ബൈ.